ഇന്നൊരു വെറൈറ്റി എപ്പിസോഡായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള പുതിയ കളക്ഷൻസിൽ വന്നിട്ടുള്ള തിളക്കമാർന്ന ഡയമണ്ടിൻ്റെ നെക്ക് പീസാണ്. കുറേ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ആകെ 2 പീസേ ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ഷോപ്പിൽ കണ്ടമാനം കളക്ഷൻസ് വന്നിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട 2 എണ്ണം എടുത്ത് ഇങ്ങോട്ട് പോന്നു. നമ്മളെപ്പോഴും ഒരു കൗണ്ടറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഡമ്മിയിലിട്ട് സെറ്റ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ ഓർണമെൻറ്റ്സ് പരിചയപ്പെടുത്താറ്. പിന്നെ തന്നെയല്ല, കുറച്ചൊക്കെ ഞാൻ വെയർ ചെയ്ത് കാണിക്കാറുണ്ട്, മോഡൽസിനെ കൊണ്ട് വെയർ ചെയ്ത് കാണിക്കാറുണ്ട്. ഇന്നൊരു വെറൈറ്റി വന്നിട്ടുള്ളത് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള കസ്റ്റമറിനെ കൊണ്ട് വെയർ ചെയ്ത് കാണിക്കുന്ന വേറൊരു മെത്തേഡിലേക്കാണ് ഇന്ന് പോണത്. അപ്പോൾ ഇവിടെ ഒരു പാർട്ടി വന്നിരിക്കുന്നുണ്ട്. നമുക്ക് ആ കുട്ടിയുടെ മേത്ത് ഒന്ന് വെയർ ചെയ്ത് ഭംഗി, അതിൻ്റെ ആ പ്രൗഢിയും ഭംഗിയൊക്കെ ഒന്ന് കാണാനായിട്ട് പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ അടുത്തേക്ക് പോവാം. ഹായ് മാം. ഹായ്. എന്താണ് ഇയാളുടെ പേര്? സ്വാതി. സ്വാതി. ഇയാളുടെ അമ്മാരാ? എൻ്റെ അമ്മത്. എന്താ ചേച്ചിയുടെ പേര്? ബിന്ദു. എവിടെന്നാ വരണത്? തൊയക്കാവ്. തൊയക്കാവിന്ന് ബിന്ദു ചേച്ചി, മോള് സ്വാതി. അത് വല്യമ്മ. വല്യമ്മ, വല്യച്ഛൻ, വല്യമ്മേരെ ചേച്ചി, അവര് ഫുൾ ഫാമിലിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ ഇവിടെ വരണത്? കൊറേ പ്രാവശ്യമായി വരുന്നു. ആരതില് ഫസ്റ്റ് വന്നത്? ആരാ ലിയോസില്? വല്യമ്മയും ഫാമിലിയാണോ? മോളുടെ കല്യാണത്തിന് ഇവിടെ നിന്നാണ്. ഇത് അനീത്തി അല്ലേ? അനീത്തിയുടെ മോള് സ്വാതി. അപ്പൊ ഞാൻ സ്വാതിയുടെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് അറിയോ? എപ്പോഴും ഞങ്ങൾ ഇവിടെ ഡെമ്മിയിലും കുറച്ചൊക്കെ എൻ്റെ മേലും കുറച്ച് മോഡൽസിന്റെ ബോഡിയിലൊക്കെ വെച്ചിട്ട് നമ്മൾ കാണിക്കാറുണ്ട്. ഇന്ന് സ്വാതിക്ക് ഇട്ട് തന്നിട്ട് അതിന്റെ ആ ഒരു ഭംഗി സ്വാതി ഇടുമ്പോ എങ്ങനെയാണെന്ന് അറിയണ്ടേ? നല്ല ഭംഗി ഉണ്ടാവും. സ്വാതി സുന്ദരി കുട്ടിയാണല്ലോ. അപ്പൊ നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ? എങ്ങനെയുണ്ടമ്മ? ബിന്ദു അമ്മ, വല്യമ്മ, വല്യച്ഛൻ, വല്യമ്മയുടെ ചേച്ചി, അഭിപ്രായം പറ. പുതിയ കളക്ഷനാ. കുറച്ചൊക്കെ മോഡൽസ് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ 2 എണ്ണം എടുത്തിട്ട് സ്വാതിക്ക് ഒന്ന് വെച്ച് നോക്കിയാ, സുന്ദരി കുട്ടിക്ക് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും സുന്ദരി ഉണ്ടാവില്ല, സൗന്ദര്യം. ഇവിടെ വന്നിട്ട് എങ്ങനെയാ കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടാ? ഞങ്ങളുടെ ചുണക്കുട്ടൻ ഷിജോയി ഒക്കെ എങ്ങനെയുണ്ട്? സെയിൽസ്മാൻ ആണോ? കുഴപ്പമില്ല. എന്തെങ്കിലും നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഷെയർ ചെയ്യാട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന പോസിറ്റീവും നെഗറ്റീവ്സും ഒക്കെ ഞങ്ങളത് 100% ഹൃദയത്തിൽ സ്വീകരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ സന്തോഷം, നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ചെയ്യും. മേക്കിംഗ് ചാർജിലൊക്കെയുള്ള ഇതൊക്കെ നോക്കിയാ നമ്മുടെ ഇവിടുത്തെ ആ ഒരു മേക്കിംഗ് ചാർജിലുള്ള ഒരു കുറവൊക്കെ ഒന്ന് ഷിജോയി ഒന്ന് കറക്റ്റ് ആയിട്ടൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ ഒന്ന് കൊടുത്തോളൂട്ടാ. ചുണക്കുട്ടനാണെന്നാ പറഞ്ഞത് ഇവര്. അപ്പൊ എല്ലാ ഡീറ്റെയിലും ഷിജോയി അത് കറക്റ്റ് ആക്കി പറഞ്ഞു കൊടുത്തോളാം. അപ്പൊ ഈ ഒരു നെക്ലസ് സ്വാതിക്ക് നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഈ നെക്ലസിന്റെ ഡീറ്റെയിൽ ഞാൻ നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. 8,790 ഗോൾഡ് വെയിറ്റ് വന്നിട്ടുള്ളത്. സെന്റ് വന്നിട്ട് 89 സെന്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പീസ് തന്നെയാ. സ്വാതിക്ക് നല്ല മാച്ചും ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് സ്വാതി? ഫസ്റ്റ് ആണോ അതാണോ ഇതാണോ ഇഷ്ടപ്പെട്ടത്? കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ എനിക്ക് തോന്നുന്നത് ഇതാണ് സ്വാതിക്ക്. അപ്പൊ കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് പീസ് ആണ് കേട്ടോ. അമ്മയ്ക്കോ? ഇനി സ്വാതിക്ക് വെച്ച് നോക്കുമ്പോ ഏതാ ഭംഗി നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട്? ഇതും ഭംഗിയുണ്ട്. സ്വാതിക്ക് ഒന്നും കൂടി മാച്ചായിട്ട് തോന്നണത് എനിക്ക് ഇതാണ് സ്വാതിക്ക്. ഇത് ആറ്റത്തെ വല്യമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. ആറ്റത്തെ വല്യമ്മ ഒന്നും മിണ്ടണില്ല. വല്യമ്മോടൊന്നും എന്തെങ്കിലും മിണ്ടിക്കണ്ടേ നമുക്ക്? അതിനേക്കാളും ഒന്നും കൂടി അത് ഓരോരുത്തരുടെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഓരോരുത്തർക്കും മാച്ച് ആവണത് ഏതാണെന്ന് നമ്മളങ്ങനെ ഒന്ന് കണ്ടെടുക്കണേക്കാട്ടിലും നമ്മുടെ മേത്തൊക്കെ ഒന്ന് വെച്ച് നോക്കി അതൊക്കെ ഒന്ന് സാറ്റിസ്ഫൈഡ് ആവുമ്പോൾ ഒത്തിരി കൂടി ഒരു ഗൃഹാതുരത്വം കൂടുന്നു പറയില്ലേ? അതേപോലെ ഇത് നല്ല രസമായിട്ടുണ്ട്. സ്വാതിക്ക് എനിക്ക് മാച്ച് തോന്നണത് ഇത് തന്നെയാണ്. സ്വാതിക്കും മാനസികമായി അടുപ്പം കിട്ടിയത് ഇതിനോട് തന്നെയാണ്. അതിന്റെ വെയിറ്റ് വന്നിട്ട് 13,290. സെന്റ് വന്നിട്ട് 68 സെന്റുമാണ്. ഇതിലാണ് അപ്പൊ സെന്റ് കുറവ്. അത് ഡയമണ്ട്സ് കുറച്ച് കൂടും. അതിലാണ് ആ വ്യത്യാസം നിൽക്കുന്നത്. ആ വർക്കിലുള്ള പ്രത്യേകതയാണ്. അപ്പൊ രണ്ടും സ്വാതിക്ക് നല്ല ഭംഗിയായിട്ടുണ്ട്.
പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. കഴിഞ്ഞു. അപ്പൊ ഇവര് പോവാൻ നിൽക്കാണ്. ആ നേരത്താണ് ഈ ഒരു കുഞ്ഞൊരു എപ്പിസോഡിന് വേണ്ടി സ്വാധീനം ഞാനൊരു ഡെമോൺസ്ട്രേഷന് നിർത്തിയത്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഹാപ്പി അല്ലേ? ഫാമിലിക്കും ഞാൻ കുറച്ച് ടൈം ലാഗ് ചെയ്യിച്ചു, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സാദരം സവിനയം മാപ്പ് ചോദിച്ചുകൊണ്ട് ഇനിയും നിങ്ങളുടെയൊക്കെ സഹകരണം. അതെ, സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം. അപ്പൊ ഇനിയും നിങ്ങളുടെ ഫാമിലിയിലും റിലേറ്റീവ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ലിയോസിനെ കുറിച്ചൊന്ന് വരാൻ പറയാ. അങ്ങനെയൊക്കെ ഞങ്ങൾക്കും ഒരു ചെറിയൊരു സഹായം. വലിയ മേഡം ചേച്ചി കേൾക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വാതികുട്ടിയുടെയും ഫാമിലിയുടെയും ഒക്കെ വിശേഷം വരണത്. അപ്പൊ നമ്മുടെ ലിയോസിന്റെ ചാനലിൽ ഇവരെ ഒന്ന് കൊണ്ടുവരാൻ സാധിച്ചതിൽ ലിയോസിനും ഞങ്ങൾക്കൊക്കെ അതിയായ സന്തോഷം. ഞങ്ങൾക്കും സന്തോഷം. താങ്ക് യു. അപ്പൊ സ്വാതീസ് ഫാമിലി ആൻഡ് സീൽഡ ലിയോ ബൈ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.